എന്നോട് പറഞ്ഞ സമയവും എനിക്ക് തന്ന വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞത് യേശു കർത്താവിൻ്റെ പുതിയ നിയമത്തിലെ കൽപ്പന എന്ന വിഷയമാണ്. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ ഒരു പല കാര്യങ്ങളും ഞാൻ പഠിക്കുകയും ഞങ്ങൾ ഒത്തിരി ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളുടെ വത്സല്യ കുഞ്ഞോൻചായൻ. അദ്ദേഹത്തിനും സ്ഥലം സഭ എന്നുള്ള വിഷയത്തിൽ നല്ല ഒരു അറിവുള്ള മനുഷ്യനാണ്. പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ചു കൂടുന്നത് ഈ ഒരു കാര്യം, ഞങ്ങൾ എപ്പോൾ ഒന്നിച്ചു കൂടിയാലും ദൈവജനത്തിൽ മാത്രമേ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ, തർക്കി ഡിസ്കസ് ചെയ്യാറുള്ളൂ. അത് എനിക്ക് ഒത്തിരി അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ നടുവിൽ വചനമായി നിൽക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ യേശു കർത്താവിൻ്റെ പുതിയ നിയമ കൽപ്പന നമ്മൾ ആ വിഷയം തുടങ്ങുന്നതിന് മുൻപേ ഈ കമാൻഡ്മെന്റ് അല്ലെങ്കിൽ നിയമം എന്തിനാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത്, അതിൻ്റെ നമുക്കറിയാം. കർത്താവ് എത്ര നിയമങ്ങളാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്നത്? നിയമം, ലോ, എത്ര നിയമമാണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ കൊച്ചു സൗകര്യമാർക്കറിയാമോ എത്ര നിയമം കൊടുത്തിട്ടുണ്ട് കർത്താവ് ദൈവം? എത്ര? 10 കൽപ്പന കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. എന്തിനായിരിക്കാം കർത്താവ് ഈ കൽപ്പന മനുഷ്യന് കൊടുത്തത്? എന്തിനാണ് മനുഷ്യന് ഈ കൽപ്പന ദൈവം കൊടുത്തതിൻ്റെ കാര്യം എന്തായാലും എന്തായിരിക്കും? അതിൻ്റെ ഈ കൽപ്പന ദൈവം മനുഷ്യന് കൊടുത്തതിന് കാരണം എന്ന് പറയുന്നത് മനുഷ്യന് നിത്യവും ജീവിക്കുവാനുള്ള ഒരു മാർഗനിർദ്ദേശം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ അങ്ങ് ജീവിക്കാം എന്ന് നമുക്ക് പ്രമാണമില്ല. ഒരിക്കലെ ഞാൻ എൻ്റെ കൊച്ചിനെയാണെന്ന് തോന്നുന്നു, അമേരിക്കൻ പ്രസിഡന്റ് നിക്സന്റെ കാലത്ത് ഇന്ത്യയുടെ അവരുടെ അംബാസിഡറിനെ ഇന്ത്യയിലേക്ക് അംബാസിഡറിനെ കിട്ടപ്പോൾ ഡൽഹിയിൽ റിംഗ് റോഡ് എന്ന് പറയുന്ന റിംഗ് റോഡിൽ നമ്മളിപ്പോൾ പത്തനംതിട്ടയിലുണ്ട്. ആദ്യം അത് ഡൽഹിയിലേക്ക് ആ ടൗണിൻ്റെ ചുറ്റിയുള്ള റോഡാണ്. ആ റോഡിൽ കൂടെ ആൾക്കാർ അന്നത്തെ കാലത്ത് ബൈസൈക്കിളിൽ പോകുന്നു കണ്ടപ്പോൾ അമേരിക്കൻ അംബാസിഡർ ആയിരിക്കുന്ന ആള് നിക്സൺ ഇന്ത്യയിലേക്ക് വിട്ടതാണ്, അമേരിക്കയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വിട്ടതാണ്. അവർക്ക് പ്രത്യേക ചില ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്. അതനുസരിച്ച് വേണം അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് ഇവിടെ കീപ്പ് ചെയ്യണം. അമേരിക്ക എത്രമാത്രം ഉയർന്ന രാജ്യമാണ്, അവരുടെ സ്റ്റാൻഡേർഡ് ഇവിടെ കീപ്പ് ചെയ്യേണ്ടത് ഈ അംബാസിഡറാണ്. അദ്ദേഹം ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് നോക്കുമ്പം ഇന്ത്യയിലെ ആൾക്കാർ, ഇന്ത്യയിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ സൈക്കിൾ എടുത്ത് ചവിട്ടി റിംഗ് റോഡിൽ കൂടെ പോകുന്നതാണ്. ഉടനെ ഈ അമേരിക്കൻ അംബാസിഡർ ആയിരിക്കും പുള്ളിക്കൊരു മോഹം, ശരി ഞാനൊരു ബൈസൈക്കിൾ എടുത്തുകൊണ്ട് ഈ റിംഗ് റോഡിൽ കൂടി ചവിട്ടി പോകാൻ അദ്ദേഹം അത് ചെയ്തു. അപ്പോൾ ഒരു സൈക്കിൾ വാങ്ങി എടുത്തു വന്ന് റിംഗ് റോഡിൽ കൂടി ഞാൻ ചവിട്ടി പോവാം. അപ്പോൾ എല്ലാ ടെലികമ്മ്യൂണിക്കേഷൻകാരും ഇത് ഫോട്ടോ എടുത്ത് ലോകം മൊത്തം പ്രസിദ്ധമാക്കി. അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിലെ റിംഗ് റോഡിൽ കൂടെ ബൈക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇത് അമേരിക്കയ്ക്ക് ഭയങ്കര ഷെയിമായി. അപ്പോൾ ഞാൻ കേട്ടത് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ഉടനെ ഒരു മെസ്സേജ് ഇദ്ദേഹത്തിന് അയച്ചു, യു കം ബാക്ക് ഇമ്മീഡിയറ്റ്ലി, യു ആർ നോട്ട് എ സൂട്ടബിൾ ആസ് എൻ അംബാസിഡർ ഇൻ ഇന്ത്യ. നിങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് അമേരിക്കയിലേക്ക് വരിക. നിങ്ങൾ അമേരിക്കയുടെ അംബാസിഡറായിട്ട് ഇന്ത്യയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റത്തില്ല. കാരണം അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് പറ്റിയതല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് വേണം. ആ സ്റ്റാൻഡേർഡിൽ അവരുടെ എല്ലാ സ്റ്റാൻഡേർഡോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് അവരെ ഇവിടെ വിട്ടത്. പക്ഷേ അത് അദ്ദേഹം കീപ്പ് ചെയ്തില്ല. എന്ന് പറഞ്ഞതുപോലെ മഹോന്നതനായിരിക്കുന്ന വലിയവനായ ദൈവം തൻ്റെ മക്കൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ചില പ്രമാണം ദൈവം തന്നിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ മക്കളുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നൽകിയിരിക്കുന്നത്. നിയമം എന്നതിന് ദൈവത്തിൻ്റെ ജനങ്ങളും തമ്മിലുള്ള ഉടമ്പടിയാണ് നിയമം എന്ന് പറയുന്നത്. ദൈവവും ജനങ്ങളും തമ്മിൽ, അല്ലെ മനുഷ്യരും തമ്മിൽ, ദൈവത്തിൻ്റെ മക്കളും തമ്മിൽ ഉള്ള ഉടമ്പടിയാണ് കമാൻഡ്മെന്റ്സ്, നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പ്രാരംഭമായും നമുക്കിത് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. 34-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, രാവും പകലും യഹോവയോട് കൂടെ ആയിരുന്നു മോശ. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. ഇവിടെ മോശ 40 ദിവസം സീനായി മലയിൽ ദൈവത്തോട് കൂടെ വസിച്ചപ്പോൾ ദൈവം മനുഷ്യന് 10 കൽപ്പന തൻ്റെ കരങ്ങൾ കൊണ്ട് എഴുതി മനുഷ്യന് കൊടുത്തു. ഇത് പാപ
ചെയ്തതിന് ശേഷമാണ്, മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷമാണ് ഈ കൽപ്പന കൊടുക്കുന്നത്. കാരണം മനുഷ്യന്റെ നിരൂപണങ്ങൾ, ഹൃദയത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ, അവന്റെ ആറ്റിറ്റ്യൂഡ്, ഇത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപ്പം നമുക്ക് ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കാൻ പറ്റും. ഈ ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ മനുഷ്യൻ തെറ്റ് ചെയ്യും എന്നുള്ളത്? എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ മനുഷ്യൻ തെറ്റ് ചെയ്യും? എന്നാൽ പിന്നെ എന്തിനാണ് സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമല്ല. മനുഷ്യൻ തെറ്റ് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം, പിന്നെ എന്തിനാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഒരു വൃക്ഷം അവിടെ ഉണ്ടാക്കിയത്? എന്തിനാ ഉണ്ടാക്കിയത്? ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നല്ലോ, അപ്പൊ അത് കുഴപ്പമുണ്ടാക്കിയല്ലോ എന്നൊക്കെ ന്യായമായിട്ട് ലോകമനുഷ്യരെ ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ അവരോട് എന്ത് മറുപടി പറയും? അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ന്യായമായിട്ട്, ഇത് ബൈബിൾ ക്ലാസ് ആണല്ലോ അല്ലേ, ഒരു വലിയ ആത്മീയ ഉണർവോ അങ്ങനെയുള്ളതൊന്നും അല്ല, ഇത് ബൈബിൾ ക്ലാസ് ആണ്, സ്റ്റഡിയാണ്, ബൈബിൾ സ്റ്റഡി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ന്യായമായിട്ട് നമ്മൾ ചോദിക്കുക, ഇങ്ങനെ ഒരു ചോദ്യം നമ്മോട് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി നമ്മൾ പറയും? സാറേ എന്ത് മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റും? അപ്പോ നമ്മള് ബൈബിളിൽ വായിക്കുന്നത് മനുഷ്യനെ ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചേ? എന്താ? തന്റെ സ്വരൂപത്തിലും സാദൃശ്യം. എന്താ ഈ സ്വരൂപ സാദൃശ്യം സൃഷ്ടിക്കാന്ന് പറഞ്ഞാൽ? സ്വരൂപ സാദൃശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. നമ്മളെല്ലാവരും ഉള്ളിലൊരു ആത്മാവുണ്ടെന്ന് പറയും. ഈ ആത്മാവിനെ ദൈവം എന്ന് പറയുന്ന ആത്മാവാണ്. ഞാൻ എവിടെ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ഇൻട്രഡക്ഷനിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിരിക്കും. കാരണം ഒരു കുറഞ്ഞ പക്ഷം അതെങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കണം. ദൈവം എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവാം ദൈവം. ആത്മാവ് എന്ന് പറയണമെങ്കിൽ അതിൽ പ്രധാനമായി 3 ഘടകങ്ങളുണ്ട്. 1 ഇന്റലക്ട്, 2 ഇമോഷൻ, 3 വിൽ. അറിവ്, വികാരം, ഇച്ഛ. ഇത് 3 കൂടെ ചേർത്ത് വെക്കുന്ന ഒരു സത്യക്കാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഇത് ഒരുമാതിരിപ്പെട്ട ആരും അങ്ങനെ പറഞ്ഞു തരാം. ഇതിന്റെ നമ്മളൊക്കെ പിന്നീടുള്ള ക്ലാസ്സിൽ നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ദൈവം, ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു അംശം മനുഷ്യന്റെ ഉള്ളിലേക്ക് തന്നു. ആ തന്ന കൂട്ടത്തില് നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവ് എന്ന് പറയുന്ന, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന, പേഴ്സൺ എന്ന് പറയുന്നത്, ആ ആത്മാവിനാണ് ആത്മാവ് പറയുന്നതിന് ഈ 3 ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം എന്ന് പറയുന്നത് ഫ്രീ വിൽ. ഫ്രീ വിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഫ്രീ വിൽ സാധാരണ ഫ്രീ വിൽ നമ്മൾ പറയുന്നത് ഇവിടെ ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ സൈക്കിളിന്റെ പുറകില് ഈ ആ ചെയിൻ കറങ്ങുന്നത് നമ്മൾ ഫ്രീ വിൽ എന്ന് പറയല്ലേ. അത് പറഞ്ഞാൽ എന്തോ അതിനർത്ഥം? അത് അങ്ങോട്ടും കറങ്ങാം ഇങ്ങോട്ടും കറങ്ങാം എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റും ചെയ്യാം ശരിയും ചെയ്യാം. അങ്ങനെ ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ്, അങ്ങനെ ഒരു ഇതാണ്, സിസ്റ്റത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പറഞ്ഞ പിടിയിട്ടാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് നമുക്ക് ഒരു പക്ഷെ നമുക്കറിയാം, എങ്കിലും നമ്മൾ തെറ്റൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം അത് ശരിയാണെന്നുള്ളതും അറിയാം. അപ്പൊ തെറ്റും ശരിയും തെറ്റ് ചെയ്യാനും ശരിയാനും ഒരു മനസ്സ്, ആ ഒരു രീതി, നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ട്. ദൈവത്തിൽ നമുക്ക് കിട്ടിയതാണ്. പക്ഷേ ദൈവം 100% നന്മ മാത്രം ചെയ്യുന്നവരാണ്, തെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തെറ്റെപ്പോഴാണ് ഉണ്ടായത്? തെറ്റെപ്പോഴാണ് ഭൂമിയിൽ വന്നത്? എപ്പോഴാണ് വന്നത് തെറ്റ് വന്നത്? ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ പാവം ചെയ്തതിനു ശേഷം പാവമല്ലേ. അപ്പൊ സാത്താൻ. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഞാൻ കഴിഞ്ഞ ദിവസത്തൊക്കെ ഞങ്ങൾ ഈ കോവിഡ് പോകുമ്പോൾ ഞങ്ങൾ വണ്ടി ഡിസ്കസ് ചെയ്യുന്ന ഒരു ശ്രദ്ധിക്കണം, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു സാത്താൻ എപ്പോഴാണ് ഉണ്ടായത്. അതായത് നമ്മുടെ ചോദ്യം അല്ലേ, സാത്താൻ എപ്പോഴാണ് ഉണ്ടായത്? ഈ പാവം മനുഷ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാത്താൻ ഉണ്ടാകണമല്ലോ. അപ്പൊ സാത്താൻ എപ്പോഴാണ് ഉണ്ടായത്? മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണോ അതിന് മുമ്പാണോ? അതിനു മുമ്പ് സാത്താൻ ഉണ്ടായിട്ട് നമുക്ക് വ്യവസ്ഥയിലുള്ള എനിക്ക് ഞാൻ എൻ്റെ പഠനത്തിലുള്ള ബന്ധത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരുന്നത്. ഉൽപ്പത്തി 1:31 വാക്യം നമ്മൾ എന്താ വായിക്കുന്നത്? 1:31 ഇംഗ്ലീഷിൽ ബൈബിൾ അത് വായിക്കുന്നത്, whatever things God created, everything was perfect. എന്തെല്ലാമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതെല്ലാം എങ്ങനെയായിരുന്നു പറഞ്ഞത്? നല്ലതാണ്, പെർഫെക്റ്റ് ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ സാത്താൻ, സൈറ്റാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇപ്പോൾ ഉണ്ടായത്?
നമ്മൾ സാത്താൻ എന്ന വാക്ക് ആദ്യം ബൈബിളിൽ നമ്മൾ കാണുന്നത് സർപ്പം എന്ന വാക്കാണ്. സൈറ്റാൻ എന്ന വാക്കിനെ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? സർപ്പം. സർപ്പം ഏതൻ തോട്ടത്തിൽ ആദാമിന്റെ ഹവ്വയുടെ അടുക്കൽ ചെന്നു എന്നാണ്. അതാണ് സൈറ്റാൻ എന്ന വാക്കിന്റെ ആദ്യത്തെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കാം, മനുഷ്യനെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത്? നമ്മുടെ ബൈബിൾ ക്ലാസ്സിന്റെ ഇൻട്രഡക്ഷനിലേക്ക് വരിക. ഇൻട്രഡക്ഷൻ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തോ ഇവിടെ ആരും പറഞ്ഞു, ശബരിമാരും പറഞ്ഞു ദൈവത്തോട് കൂടെ വസിക്കാൻ. ഞാൻ ഇത്രയും കിട്ടും, ദൈവത്തോട് കൂടെ വസിക്കാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളെ ഒന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൽ 28-ാം വാക്യം നോക്കി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൽ 28-ാം വാക്യം. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നോക്കിയാൽ, പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ പരമോന്നതമായ ഉദ്ദേശം to dominion over all the creatures. എല്ലാ ജീവജാലങ്ങളെയും അടക്കി വാഴാനാണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? ആരെ സൃഷ്ടിച്ച? നമ്മളെ മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാ ജീവജാലങ്ങളെയും അടക്കി വാഴണം. കണ്ടോ? അപ്പോ അധികാരം മനുഷ്യന് ദൈവം നോക്കി. ഈ സകല ജീവജാലങ്ങളിലുള്ള ഒരു മനുഷ്യനെ മനുഷ്യനെ കാണുമ്പോൾ മൂർഖപ്പാൻ എന്തിനാ ഞാൻ പത്തിയെടുത്ത് കാണിക്കുന്നത്? സ്ഥിതിയോടെ നിങ്ങൾ പേടിയല്ലേ? അതിനെ ഒന്നും ചെയ്യരുത് എന്നത് കൈവൂപ്പാണ്. നമ്മൾ കൈവൂപ്പ് കാണിക്കുന്ന പോലെ അത് കാണിക്കുന്നു. അത് ഭയപ്പെടുകയാണ് മനുഷ്യനെ. മൃഗങ്ങൾ എന്തുകൊണ്ടാണ് മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ മുന്നോട്ട് വരുന്നത്? അതിനെ ഉപദ്രവിക്കും എന്നുള്ള ഭയം കൊണ്ടാണ്. എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനെ ഭയമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ദൈവം ആ അധികാരം മനുഷ്യന് നൽകിയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം ദൂതന്മാരെ എന്തിനാ സൃഷ്ടിച്ചേ? ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ സേവകാത്മാക്കളുണ്ട്, സന്ദേശവാഹകരായിട്ടുള്ളവരുണ്ട്, ദൈവത്തിന് വേണ്ടി മൈറ്റി ആർക്കേഞ്ചൽസ് ആയിട്ടുള്ളവരുണ്ട്. ഇങ്ങനെ വലിയ ഏഞ്ചൽസിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. അപ്പോ ഈ അധികാരത്തോട് മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ശരീരം ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശാസ്ത്രം അല്ലെങ്കിൽ ഊതിയ ആ മനുഷ്യൻ ഇത്രയും അധികാരത്തോടു കൂടി ഇവിടെ ആയിരിക്കുമ്പോ ഇവന്റെ ഈ എല്ലാ ഈ ദൂതന്മാരെ കുറിച്ച് പഠിക്കുമ്പോഴും അവർക്ക് ഈ ഫ്രീ വില്ലുണ്ട്. ഈ 3 കാര്യങ്ങളുണ്ട്: അറിവ്, വികാരം, ഇച്ഛ. ഇത് 3ഉം ദൂതന്മാർക്കുണ്ട്. അപ്പൊ ആ ദൂതന്മാരുടെ ഫ്രീ വില്ലിൽ അവർ ചിന്തിച്ച ചിന്തയാണ് നമ്മള് എസെക്കിയേൽ പ്രവചനത്തിലും യെശയ്യാ പ്രവചനത്തിലും വായിക്കുന്നുണ്ടല്ലോ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് താഴെ വീണു. അങ്ങനെയാണ് നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് വായിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെ? അവന് വെട്ടേറ്റ് വീഴാൻ കാരണം അത് താഴെ പറയുന്നുണ്ടല്ലോ. അവന്റെ ഉള്ളിൽ എന്തുണ്ടായി? നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ അത്യുന്നതന്റെ സിംഹാസനം മുകളിൽ കയറും എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവത്തിന്റെ അധികാരത്തിന്റെ മുകളിൽ ഞാൻ കയറും എന്നുള്ള അഹങ്കാരം അവന്റെ ഉള്ളിൽ വന്നു. അപ്പോഴാണ് ദൈവം എന്ത് ചെയ്തത്? അവനെ അവിടുന്ന് രാഷ്ട്രം ചെയ്ത് അവിടെ ശാസ്ത്രം കൊടുത്തിരിക്കും. അപ്പോ ഇവർ ഈ ഭൂമിയിൽ വന്നിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ദൂതന്മാരൊക്കെ എവിടെയായിരിക്കും? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വീണുപോയ ദൂതന്മാർക്ക് പ്രധാനപ്പെട്ടവരെല്ലാം ഭൂമിയിലുണ്ടോ? ചിന്തിക്കുണ്ടോ? അതൊക്കെ നമ്മള് യൂദായുടെ പുസ്തകത്തിലും പത്രോസിന്റെ ലേഖനത്തിലും വായിക്കുന്നുണ്ട്. അവരെ എവിടേക്കാണ് പറഞ്ഞേക്കുന്നത്? അഗാധ രൂപത്തിൽ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. അന്ത്യനായ വിധിക്ക് വേണ്ടി അവരവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഭൂമിയിലുള്ളത് ഡീമൺസ് എന്ന് പറയുന്നതാണ്. ഡീമൺസ്. ഇത് യേശുക്രിസ്തു ദൈവം മനുഷ്യന്റെ രൂപം എടുത്തപ്പോ സാത്താൻ ആരുടെ രൂപം എടുത്തു? അല്ലെങ്കിൽ വീണുപോയ ഈവിൾ സ്പിരിറ്റ് ആരുടെ രൂപം എടുത്തു? ആരിൽ പ്രവേശിച്ചു? അതാണ് കറക്റ്റ്. പാമ്പിന്റെ വേഷത്തിൽ അവൻ ഏദൻ തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്. അവന്റെ പരിപാടി അവന്റെ ലക്ഷ്യം എന്തായിരുന്നു? അവന്റെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവത്തിന്റെ കാര്യപരിപാടിയെ തകിടം മറിക്കണം. ദൈവം ഒരു വ്യവസ്ഥ വെച്ചാൽ ആ വ്യവസ്ഥ ഇല്ലാതാക്കണം. അതായിരുന്നു ആരുടെ ചിന്ത? സാത്താന്റെ ചിന്ത. ദൈവം അവരോട് പറഞ്ഞു, ഈ തോട്ടത്തിൽ നിൽക്കുന്ന നന്മ നിങ്ങൾ പണ്ട് നീ തിന്നരുത്. സാത്താൻ എന്താ ഇത് പറഞ്ഞു? നിങ്ങൾ തിന്നു, ഒരു കുഴപ്പമില്ല. നോക്കിയേ, അവന്റെ ആ തന്ത്രം നോക്കിയ ദൈവം വെച്ച വ്യവസ്ഥയെ
ദൈവത്തിന്റെ കൽപ്പനയെ തകിടം മറിക്കുന്ന സ്വഭാവമാണ് ആരുടെ? ശൈത്യൻ. ഇനി ഓക്കെ, അവിടെ ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞു പോവാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് എന്നോട് കൂടെ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, അവിടെ സാത്താൻ തന്റെ തന്ത്രം അവിടെ വിജയിച്ചു കഴിഞ്ഞിട്ട് അവിടെ കർത്താവ് പറഞ്ഞ കാര്യം, ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചു. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ സാത്താൻ ചെന്നിട്ട് യേശുക്രിസ്തുവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ അധികാരം മുഴുവനും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, സാത്താൻ ചെന്നിട്ട് യേശുക്രിസ്തുവിനോട് പറഞ്ഞ വാക്കാണ്. എന്താ പറഞ്ഞത്? ഈ അധികാരം മുഴുവൻ എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ന്യായമായിട്ട് നമുക്ക് ഒരു ചോദ്യം ഉണ്ട് അവിടെ. സാത്താനാണ് ആരാണ് അധികാരം കൊടുത്തത്? ചോദിക്കാൻ പറഞ്ഞത് കറക്റ്റാണ്. എന്നാൽ ബാക്കി എല്ലാവരും കേട്ടു. മനുഷ്യന് ആരാണ് അധികാരം കൊടുത്തത്? ഈ സാത്താൻ ആരാണ് അധികാരം കൊടുത്തത്? ആരാണ് അധികാരം കൊടുത്തത്? മനുഷ്യനാണ് അധികാരം കൊടുത്തത്. കാരണം നിങ്ങൾ പോയിന്റ് വിട്ടുപോകരുത്. ഏതൻ തോട്ടത്തിൽ ദൈവം സകല അധികാരത്തോടു കൂടി മനുഷ്യനെ അവിടെ ആക്കിയപ്പോ സാത്താൻ അവിടെ ചെന്ന് എന്താ ചെയ്തേ? വളരെ തന്ത്രപരമായിട്ട് അവന്റെ അധികാരം എങ്ങും പിടിച്ചെടുക്കുകയാണ്. ഇന്നും നമ്മുടെ രാജ്യത്തിലെ ഇന്നത്തെ പേപ്പറിലുണ്ടല്ലോ, അധികാരത്തിന് വേണ്ടി എന്നെല്ലാം തന്ത്രങ്ങൾ മനുഷ്യൻ കാണിക്കുന്നു. ആത്മീയ ലോകത്തിലും ഭൗതിക ലോകത്തിലും എല്ലാ മേഖലയിലും ശൈത്യനിക്കുന്ന വർക്കാണ്. അവൻ പറയാണ്, ഈ അധികാരം മൊത്തം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരാം. കർത്താവ് അത് തിരിച്ചു വാങ്ങിയായിരുന്നു. ഈ അധികാരം സാത്താനെ തിരിച്ചു വാങ്ങിയോ? ഇല്ല. കാരണം ഇന്നും അവന്റെ തേർവാഴ്ചയാണ് ഇവിടെ നടന്നത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോ പലരും പഠിപ്പിക്കുന്നത് സാത്താന്റെ തല തകർത്തുന്ന. ഇല്ല, സാത്താന്റെ തല തകർക്കുകയല്ല ചെയ്യുന്നത്. പിന്നെന്താ ചെയ്തേ? കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞാൽ സാത്താന്റെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ഏത്? മരണം എന്ന് പറയുന്ന ആയുധം. മരണം എന്ന് പറയുന്ന ആയുധമായിരുന്നു സാത്താന്റെ ഏറ്റവും വലിയ ആയുധം. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ തന്നെ സാത്താന്റെ ഉള്ളിലെ ആഗ്രഹം എന്തായിരുന്നു പറയുമോ? സാത്താന്റെ ഉള്ളിലെ ആഗ്രഹം യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കരുത് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് തന്നെ ഉപമ പറഞ്ഞാണല്ലോ, ഒരു തന്റെ യജമാനത്തിന്റെ പറമ്പിൽ ആൾക്കാരെ താമസിക്കാൻ ആൾക്കാർ വിട്ടു. ആദ്യം പ്രവാചകന്മാരെ വിട്ടു, അവർ കൊന്നുകളഞ്ഞു. കർത്താവിന് അവരുടെ ദാസന്മാരെ വിട്ടു, അവരെ കൊന്നുകളഞ്ഞു. ഇനി എന്റെ മകനെ കൊണ്ടുവിടാം, അവകാശം വരുന്നു, അവരെ കൊന്നുകളഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്കുകൊണ്ടില്ല, എന്താ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യട്ടെ, ഞാൻ അവരോട് കാണിക്കുന്നത് എന്താ പറയാം. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോ സാത്താനെ സമ്പൂർണ്ണമായിട്ട് അവൻ ഇല്ലാതെ ചെയ്തില്ല. സാത്താന്റെ ഉള്ളിലെ ആഗ്രഹം യേശു ക്രൂശിൽ മരിക്കരുത്. കഷ്ടത, ഇന്ന് പലരും പറഞ്ഞത് ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ കഷ്ടതയെല്ലാം മാറും, പ്രയാസങ്ങളെല്ലാം മാറും, ഒരു പ്രയാസം മാറും. ഇതൊക്കെ അങ്ങനെ ലോകം സാത്താൻ അങ്ങനെ ആൾക്കാരെ പറഞ്ഞ് കബളിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇവിടെ അത് തന്നെയാണ്. നോക്കിയേ, യേശു ക്രൂശിൽ മരിക്കരുത്. 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞ കൂട്ടത്തിൽ യേശു കർത്താവ് മരിക്കുന്നതാണ് അവൻ വിചാരിച്ചത്. അതിനുശേഷം വീണ്ടും സമയമില്ല, ഞാൻ പെട്ടെന്ന് എന്റെ സബ്ജക്റ്റിലേക്ക് പറഞ്ഞതല്ല, ഇതിന്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞു വന്നെങ്കിലേ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. അപ്പോ ഇങ്ങനെ മുന്നോട്ട് വന്നു. പിന്നെ കൊണ്ട് മലയെ കൊണ്ട് തെളിയിട്ട് പെടലൊഴിച്ച് കൊല്ലാൻ നോക്കി, ന്യായപ്രമാണം വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കി. ഇവൻ അവസാനം പീലാത്തോസിന്റെ ഭാര്യ പീലാത്തോസിനോട് എന്താ പറഞ്ഞേ? നമുക്ക് എന്താ പറഞ്ഞേ? ആ നീതിമാന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പൊ അത്ര സ്നേഹമായിരുന്നു കർത്താവിനോട് നമുക്ക് തോന്നിപ്പോയി. പക്ഷെ അവന് സാത്താനാണ് കയറിയത്. സാത്താന്റെ ചിന്ത എന്താണ്? യേശു ക്രൂശിൽ മരിക്കരുത്. അതുകൊണ്ട് പീലാത്തോസ് പറഞ്ഞു, ഞാൻ അവരെ അടിപ്പിച്ച് വിട്ടയക്കും. കേട്ടോ, അടിപ്പിച്ച് വിട്ടയക്കും. അപ്പം ലാസ്റ്റിൽ അവന്റെ ആരവരം ഭേദമായി കാണുന്നത് അവനെ ക്രൂശിക്കാൻ പീലാത്തോസ് ഉണ്ടോ. അപ്പം ഇനി പിന്നെ പറയുകയാണ് കർത്താവ് ഫിലിപ്പിയർക്കാരുടെ 2-ാം തീയതി പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മരണത്തോളം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ക്രൂശിലെ മരണത്തോളം എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ഉപദ്രവം, കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ ഓർത്താൽ ഒരു മനുഷ്യനും
ജീവിച്ചിരിക്കാൻ കഴിയില്ല. അത്ര ഭയങ്കര ഉപദ്രവമാണ് തലേ ദിവസം രാത്രി റോമൻ പടയാളികൾ യേശു ക്രിസ്തുവിനോട് ചെയ്തത്. മുഷ്ടിയിട്ടുള്ള ഇടിയും. ഞാനൊരു പുസ്തകം വായിച്ചത് പിലാത്തോസിന്റെ കൽത്തറ എന്ന് പറഞ്ഞ മേളിലാണ് അദ്ദേഹം വിസ്താരം അവിടെ നിന്ന് എടുത്ത് താഴേക്ക് എടുത്തിട്ടെന്നാണ് പറയുന്നത്. എടുത്തിട്ടാണ് കൽത്തറത്തിൽ കൊണ്ടുപോയി അടിക്കാൻ തുടങ്ങിയതൊക്കെയാണ് ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അത്ര ഭയങ്കര കഷ്ടത അനുഭവിച്ച കർത്താവ് ഞാൻ മരിച്ചില്ല. കാരണം ചോദിച്ചാൽ തന്റെ ജീവനെ തന്റെ ഉള്ളിൽ പിടിച്ചു നിർത്തിയിട്ട് അതുകൊണ്ടാണ് പൗലോസ് പറയും മരണത്തോളം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ക്രൂശിലെ മരണത്തോളം എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ആ ഉപദ്രവത്തിൽ കർത്താവ് മരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഈ കുരിശ് ചുമന്നുകൊണ്ട് അവിടെ ചെല്ലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രേരക്കാരനൊക്കെ ശീമോനെ മറ്റൊക്കെ അവർ കുരിശ് ചുമക്കാൻ നിർബന്ധിച്ചത്. നോക്കി എന്റെ പ്രിയവരെ, അപ്പൊ സാത്താന്റെ എല്ലാ തന്ത്രങ്ങളെയും കർത്താവ് ഓരോന്നോരോന്നായിട്ട് പരാജയപ്പെടുത്തി അവസാനം ക്രൂശിൽ താൻ മരിച്ചിട്ട് ഒച്ചത്തിൽ താൻ നിലവിളിച്ചുകൊണ്ട് ആത്മാവിനെ ഏൽപ്പിച്ചുകൊടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ അവിടെ നിലവിളിച്ചു എന്ന് പറയുന്നത് സാത്താന്റെ മേൽ മുഴങ്ങിയ ശബ്ദമായിരുന്നത്. യേശുക്രിസ്തു സാത്താന്റെ മേൽ ജയഘോഷം മുഴങ്ങിയ ശബ്ദമായിരുന്നു കാൽവരി ക്രൂശിൽ ഒച്ചത്തിൽ നിലവിളിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ എടാ സാത്താനെ, നീ വിചാരിച്ചു ഞാൻ ജനിച്ചപ്പോൾ മുതൽ നീ എന്നെ കൊല്ലാൻ നോക്കി. ഞാൻ ക്രൂശിൽ മരിക്കാനാണ് ഇവിടേക്ക് വന്നത്. എന്റെ പിതാവ് അതിനാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. അവനെ ഓരോ ആയുധങ്ങളെയും കർത്താവ് പരാജയപ്പെടുത്തി അവസാനം ക്രൂശിൽ താൻ മരിച്ചു. എന്നിട്ട് സാത്താൻ അടങ്ങിയിരുന്നോ? പിലാത്തോസ് പറഞ്ഞു അവൻ ജീവിക്കുന്നതും പറഞ്ഞിട്ടുണ്ട്, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് അവരെന്താ ചെയ്തത്? എല്ലാവരും പോയി ഉറപ്പുവരുത്താൻ പറഞ്ഞു. കാവൽക്കാരെ കൊടുത്തു. അവരുടെ മുദ്രയെല്ലാം അവിടെ വീട്ടിൽ മുദ്രയൊക്കെ പതിപ്പിക്കുന്നു. ഇതെല്ലാം നടത്തി അവിടെ കർത്താവ് 3-ാം ദിവസം അവൻ തുങ്കപ്രതാപനായിട്ട് ഉയർത്തെഴുന്നേറ്റു. മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് സാത്താൻ വീണ്ടും അടങ്ങിയിരുന്നോ? അവരെന്താ പറഞ്ഞേ? നിങ്ങൾ ചെന്ന് പറയണം, ഞങ്ങൾ രാത്രി ഉറങ്ങിയപ്പോ അവന്റെ ശിഷ്യന്മാർ വന്ന് ഇത് മോട്ടിക്കൊണ്ട് പോയെന്ന് പറയും. എന്നോട് വിട്ടിത്തരം ഈ സാത്താൻ നടത്തുന്നത്. ഞങ്ങൾ രാത്രി ഉറങ്ങിയപ്പോ അല്ലെങ്കിൽ പടയാളികൾ ഉറങ്ങിയപ്പോ അവനെ അവർ വന്ന് എടുത്തുകൊണ്ട് പോയി. അതിൽ എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തന്നേക്കാം, ഇത് നിങ്ങൾ ഇതെന്താ പറയാൻ പറഞ്ഞു. അവിടെ അതും പരാജയപ്പെട്ടു. പൗലോസ് പറഞ്ഞു, എന്നാൽ ആവോളം ഈ സുവിശേഷം ഞാൻ യേശു ഉയർത്തെഴുന്നേറ്റു അതെല്ലായിടത്തും പ്രചരിപ്പിക്കാൻ പറ്റും. അവൻ പരാജയപ്പെട്ടു. സഭ സ്ഥാപിതമായി. ഈ സഭയ്ക്കകത്ത് സാത്താൻ വന്നിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സഭയ്ക്കകത്ത് സാത്താൻ കയറുമോ? അനന്യാസും സഫീറയും എന്ന് പറയുന്നതായ 2 സഹോദരൻ ഭാര്യ ഭർത്താക്കന്മാർ. അവരാര് കയറിയെന്നാ വായിക്കുന്നത്? സാത്താൻ കയറിയെന്നാ വായിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും പറഞ്ഞു വരുമ്പോൾ നമുക്ക് ന്യായമായിട്ട് ദൈവമക്കൾ വളരെ ഭയത്തോടെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് ദൈവം ഈ പ്രമാണം മനുഷ്യന് നൽകി? ദൈവം 100% ഹോളിയാണ്. ആ ഹോളിയായിരിക്കുന്ന ദൈവം തന്റെ ആ ഉടമ്പടി മനുഷ്യനുമായിട്ട് ഒന്നിച്ച് സഹിച്ച് ജീവിക്കുവാൻ പറ്റും. ദൈവം ഉടമ്പടി നൽകിയിരിക്കുകയാണ്. ആ ഉടമ്പടിയെ എപ്പോഴും സാത്താൻ എന്ത് ചെയ്യും? തകർത്ത് കളയാൻ നോക്കും എന്നുള്ളതിന് യാതൊരു സംശയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവ് ആദ്യത്തെ കർത്താവ് നൽകിയിരിക്കുന്ന 10 കൽപ്പനകളെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡ്, ദൈവത്തോടുള്ള മനോഭാവം എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഈ കൽപ്പന കൊടുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10 കൽപ്പന നമ്മൾ പറഞ്ഞു. ഈ 10 കൽപ്പന നമുക്ക് 2 തിരിക്കാം. 2 തിരിക്കുമ്പോൾ ആദ്യത്തെ 4 കൽപ്പനകൾ നമുക്ക് അതിൽ 4 കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ കൽപ്പന ഏതാണെന്ന് ഇവിടെ ആരോ പറഞ്ഞല്ലോ. ആദ്യത്തെ കൽപ്പന എന്തോ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ എന്താ അന്യ ദൈവം എന്ന് പറഞ്ഞാൽ? അപ്പോൾ ന്യായമായിട്ട് നമുക്ക് അവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും, വേറെ ദൈവങ്ങളുണ്ടോ? വേറെ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ ദൈവം? ചിലർ യഹോവയാണ് ദൈവം എന്ന് പറയും. ശരിക്കും പറഞ്ഞ ദൈവമാണ് ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടായെന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെയാണെങ്കിൽ ദൈവം ആരാണ്? എല്ലാ മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ്? ദൈവത്തെ അവർക്ക് കാണണം, ദൈവത്തെ കാണണം. എല്ലാ മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹം. തീർത്ഥാടനങ്ങൾ നടത്തുന്ന, പുണ്യസ്ഥലങ്ങളിൽ പോകുന്ന എല്ലാത്തിനും ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ കാണണം. അതാണ് നൂറ്റാണ്ടുകൾക്കുള്ള മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹമാണ് അവർക്ക് ദൈവത്തെ കാണണം.
ദൈവത്തെ കാണാൻ പറ്റുമോ? എൽഡേഴ്സ് അവർ പറയും, നിങ്ങൾ പഠിക്കാൻ നിങ്ങളെ ചിന്തിച്ച് പറഞ്ഞു, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? എന്താണ് എന്തുകൊണ്ട് കാണത്തില്ല? ദൈവം ആത്മാവാണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. ലോകത്തിൽ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന് വിസിബിൾ, മറ്റൊന്ന് ഇൻവിസിബിൾ. വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണോട് കാണാം, അല്ലേ? കണ്ണോട് കാണാം. കണ്ണോട് കാണപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കണ്ണുകൊണ്ട് കാണപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ ചേച്ചത്? എന്തൊക്കെയാ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ? നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണപ്പെടാത്ത വായു കാണാൻ പറ്റത്തില്ല, പിന്നെ വൈദ്യുതി കാണാൻ പറ്റത്തില്ല, കാറ്റ് കാണാൻ പറ്റത്തില്ല, പിന്നെ നമ്മുടെ മനസ്സിലെ ആത്മാവ് കാണാൻ പറ്റില്ല, പിന്നെ ഇനി എന്തിനുണ്ടോ? സ്വർഗം കാണാൻ പറ്റില്ല, നരകം കാണാൻ പറ്റില്ല, സാത്താനെ കാണാൻ പറ്റില്ല, ദൈവത്തെ കാണാൻ പറ്റില്ല, കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ കാണാൻ പറ്റില്ല. ഇതെല്ലാം ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മതയോടെ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തെറ്റ് സംഭവിക്കാം, അപകടം സംഭവിക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ഇവിടെ ഫാൻ കറങ്ങുന്നു, ഇലക്ട്രിസിറ്റി ഉണ്ടെന്നുള്ള തെളിവാണ്. ഇലക്ട്രിസിറ്റി പോയാൽ ഉടനെ ആരെങ്കിലും കയറി കമ്പിയെ പിടിച്ച് കറണ്ടോട്ടോ നീ കൈകൊണ്ട് പിടിച്ച് നോക്കൂ. എന്താ നോക്കാതെ? വിവരം അല്ലേ? അപ്പൊ നമ്മള് അതിന് ഇവിടെ എഞ്ചിനീയേഴ്സ് നല്ല മനോഹരമായ ടെസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ബൾബുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുത്തി നോക്കും. നോക്കിയാൽ ബൾബ് കത്തുന്നറിയാം, അതിനകത്ത് കറണ്ടുണ്ട്. കണ്ടോ? വളരെ സൂക്ഷ്മതയോടെ അത് നോക്കുന്നത്, ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും. കണ്ടോ? അപ്പൊ കാണപ്പെടാത്ത ഒരു കാര്യങ്ങൾ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാ വൈദ്യുതി ഉണ്ടാകുന്നത്? ലോകത്തിലെ ഫിലോസഫർമാർ പറയുന്ന ദൈവം എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ പവർ അല്ലെ? എന്താ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറഞ്ഞാൽ? അത്യന്ത ശക്തി. ദൈവം അത്യന്ത ശക്തിയാണ്. ഈ ശക്തി എന്റെ മേൽ വന്നു എന്നൊക്കെ ചിലർ പറയും. എന്ത് ചെയ്യാം? ശക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശക്തി ഉണ്ടാകുന്നത്? നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതാണല്ലോ. എങ്ങനെയാ ശക്തി ഉണ്ടാകുന്നത്? സ്കൂളിൽ പഠിക്കുന്നവർ ആരും കിട്ടുന്നില്ല. കറണ്ട് എങ്ങനെയാ ഉണ്ടാകുന്നത്? കറണ്ട് ഞാൻ ഒരു ക്യാമ്പില് ക്യാമ്പില് ഇങ്ങനെ ഇത് ക്ലാസ് എടുത്തപ്പോ ഒരു BSc പഠിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, വെള്ളത്തിൽ കറണ്ട് എടുക്കുന്നു. വെള്ളത്തിൽ കറണ്ട് എടുക്കുന്നു. ശരിയല്ലേ? വെള്ളത്തിനല്ലേ കറണ്ട്? ശരിയാണല്ലേ? അപ്പോ ഞങ്ങൾ യാഗപടി പോകുന്നത് ഈ ജനറേറ്റ് അവിടെ പവർ ഹൗസ് ഉണ്ട്. അപ്പോ ഒരു സമയം തമാശ പറഞ്ഞു, ആ പോലെയുള്ളതെല്ലാം വേസ്റ്റ് വെള്ളമാണ്. അപ്പൊ എന്താ ചോദ്യം പറഞ്ഞു, അതിനകത്ത് കറണ്ടെല്ലാം എടുത്തിട്ട് വേസ്റ്റ് തള്ളിക്കളയെന്നാണ്. അങ്ങനെയല്ല. കറണ്ട് ഉത്പാദിപ്പിക്കുക എന്ന് പറയുന്നത് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചു. ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്നതായ അതിന്റെ പ്രവാഹത്തെയാണ് എന്ത് വിളിക്കുന്നത്? വൈദ്യുതി. എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിന്റെ ചുറ്റും ഒരു കോപ്പർ തമ്മിട്ട് ഇതിനെ ചലിപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആ പ്രവാഹത്തെയാണ് എന്ത് വിളിക്കുന്നത്? വൈദ്യുതി എന്ന് വിളിക്കുന്നത്. നമ്മളിത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ അത്യന്ത ശക്തി എന്ന് പറയുമ്പോൾ, സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുമ്പോൾ വലിയൊരു പവർ. അതാണോ ദൈവം? അല്ല. ദൈവം എന്ന് നമ്മൾ ഒരാളെ വിളിക്കണമെങ്കിൽ അതൊരു ഒരു വ്യക്തിയായിരിക്കണം. അപ്പൊ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു വ്യക്തി എന്ന് നമ്മൾ ഒരാളെ വിളിക്കണം. ഐ ആം എ പേഴ്സൺ, യു ആർ എ പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ്. എന്തൊക്കെയാണ്? ഇന്റലക്ട്, ഇമോഷൻ, വിൽ. അറിവ്, വികാരം, ഇച്ഛ. ഇത് 3 കൂടെ ചേരുന്ന ഒരു സത്തയ്ക്കാണ് എന്ത് വിളിക്കുന്നത്? പേഴ്സൺ അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണോ വ്യക്തിയാണോ? വ്യക്തിയാണ്. നമുക്ക് അതിന്റെ വാക്യം മാത്രം പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ആദ്യം 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അവിടെ ഒരു വാക്യം നമുക്ക് മുന്നോട്ട് 10-ാം വാക്യം നോക്കി. 1 കൊരിന്ത്യർ 2-ന്റെ 10-ാം വാക്യം. 1 കൊരിന്ത്യർ 2-ന്റെ 10 നോക്കി. നമുക്ക് ദൈവം ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായും. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ ഹോളി സ്പിരിറ്റ് സെർച്ചഡ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയത്തിലെ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് അറിയുന്നു. പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിരിക്കുന്ന കാര്യങ്ങളെ ആരറിയുന്നതാണ്?
പരിശുദ്ധാത്മാവ് അറിയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? അറിവുണ്ട്, അല്ലേ? പരിശുദ്ധാത്മാവ് എന്തുണ്ട്? അറിവുണ്ട്. ഇനി രണ്ടാമത് നോക്കിയേ, എഫേസ്യ ലേഖനം എടുത്ത്, എഫേസ്യ ലേഖനം 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം, അതില് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നൊരു വാക്യം അവിടെ ഉണ്ട്. 30-ാമത്തെ വാക്യം നോക്കിയേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാൽ വികാരമുണ്ട്. വികാരമുള്ളതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ? കരയുന്നു, ചിരിക്കുന്നു, സ്നേഹിക്കുന്നു, കോപിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാ? വികാരമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? പരിശുദ്ധാത്മാവിന് എന്തുണ്ട്? വികാരമുണ്ട്, അല്ലെങ്കിൽ ദുഃഖമുണ്ട്, ഇമോഷൻ ഉണ്ട്. കണ്ടോ? പത്രം നമുക്കുണ്ടല്ലോ. ഒന്നാം പരിശുദ്ധാത്മാവിന് അറിവുണ്ട്, പിന്നെ പരിശുദ്ധാത്മാവിന് വികാരമുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തി എടുത്തു നോക്കിയ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് വന്നേ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം, അതിന്റെ 6-ാം വാക്യം. അവിടെ നോക്കിയേ, അവിടെ ഇരിക്കുന്നത്, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയ. അപ്പോ തെറ്റും ശരിയും നിർണയിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. വിൽ, ഇച്ഛാശക്തി, ഇച്ഛ, തെറ്റും ശരിയും നിർണയിക്കുക. ഉണ്ടോ? ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ചാൽ എങ്ങനെയിരിക്കും? അറിവും വികാരവും ഇച്ഛയും കൂടെ മൂന്നും കൂടെ ചേർത്ത് വെച്ചാൽ എങ്ങനെയിരിക്കും? ഒരു വ്യക്തിയാണ്. അതിനൊരു രൂപം വരയ്ക്കാൻ പറ്റുമോ? അതിനൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കേട്ടോ, ഇത് ആർക്കറിയാമായിരുന്നു? ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ആകാശത്തിലെങ്കിലും ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ സമുദ്രത്തിലെങ്കിലും യാതൊന്നിന്റെയും രൂപം ഉണ്ടാക്കി ദൈവമാണ് നിങ്ങൾ പറയരുത്. ഉണ്ടോ? ഉണ്ടോ? അപ്പൊ ദൈവം ആരാണ്? ദൈവം ആത്മാവാണ്. അപ്പൊ നമുക്ക് ന്യായമായിട്ട് പിന്നെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും, അപ്പൊ എത്ര ദൈവമുണ്ട്? നമ്മൾ സാധാരണ നിലയിൽ ഈ ലോക്കാൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളായി. നിങ്ങളെ ചെറുപ്പം കുറിച്ച് പഠിക്കുന്ന കുട്ടികളെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ ന്യായമായിട്ടൊരു ചോദ്യം, നിങ്ങൾക്ക് നമ്മുടെ ബൈബിളിൽ വായിക്കുന്നത് ഏകസത്യ ദൈവമേ നമുക്കുള്ളൂ, അല്ലെ? ഏകസത്യ ദൈവം. അങ്ങനെയാണ് പിതാവായ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. അപ്പൊ എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. അങ്ങനെ ഒരു വാക്യം വേദത്തിൽ എവിടെയെങ്കിലും ഉണ്ട്? ത്രിയേക ദൈവം എന്നൊരു വാക്യം വേദത്തിൽ എവിടെയെങ്കിലും ഉണ്ട്? അതില്ല. ഇതിന്റെ ഒത്തിരി വേദോസം വായിക്കുന്നതാണ്. എവിടെയെങ്കിലും ഉണ്ടോ? വേദോസത്തിൽ എവിടെയെങ്കിലും ത്രിയേക ദൈവം അങ്ങനെ ഒരു വാക്യം വേദോസത്തിൽ ഒരിടത്തില്ല. പിന്നെ നമ്മളിത് എങ്ങനെ ഇത് പറയാം? നമ്മളെങ്ങനെ എന്തുകൊണ്ട് ഇത് പറയാം? ത്രിയേക ദൈവം. ത്രീ എന്ന് പറഞ്ഞാൽ 3, ഏക എന്ന് പറഞ്ഞാൽ 1. ത്രീ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയുന്നു, പിന്നെ അത് മലയാളത്തിലേക്ക് പറയും. ത്രിയേക ദൈവം. അങ്ങനെ ഒരു വാക്യമൊന്നും വേദോസത്തിലില്ല. പക്ഷെ പിതാവായ ദൈവം, പുതിയ നിയമത്തിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേ, അപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ ഒരാളെ വിളിക്കണമെങ്കിൽ അവർക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം? അറിവ്, വികാരം, ഇച്ഛ. ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു സത്തയ്ക്കാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ പിതാവായ ദൈവത്തിനും എന്തുണ്ട്? ഈ 3 ഘടകങ്ങളുണ്ട്: അറിവ്, വികാരം, ഇച്ഛ. പുത്രനായ ദൈവത്തിനും അതുണ്ട്. ഇപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ കണ്ടല്ലോ, പരിശുദ്ധാത്മാവും ദൈവത്തിനും അതുണ്ട്. അപ്പൊ എത്ര ദൈവമുണ്ട്? 3 ദൈവം. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഒരു ലൈറ്റ് കത്തി നിൽക്കുകയാണ്. ഈ ലൈറ്റ് കത്തി നിൽക്കുമ്പോൾ ഈ ലൈറ്റിൽ 3 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? എന്തൊക്കെയാ 3 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത്? എന്തൊക്കെയാ 3 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത്? ലൈറ്റ്, ഹോട്ട്, പിന്നെ ഒന്നുണ്ട് ഫ്ലെയിം, അല്ലേ? അതിനകത്ത് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ചൂട്, പിന്നെ പ്രകാശം, പിന്നെ ജ്വാല. ഇത് കേട്ടിട്ടില്ലേ? ജ്വാല കേട്ടിട്ടില്ലേ? അപ്പൊ ജ്വാല. ഇത് 3 കൂടെ 3ആയിട്ടൊന്ന് വേർതിരിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ഇത് 3 ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, അവര് മൂന്നും തുല്യമാണ്. 3 പേര് തുല്യമാണ്. പക്ഷേ യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? എന്തിനാ ഈ ഭൂമിയിൽ വന്നത്? നിങ്ങൾ വായിച്ചേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. യോഹന്നാൻ 1:18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല,
പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. യേശുക്രിസ്തു എന്തിനാ ഈ ലോകത്തിൽ വന്ന്? എന്തിനാ വന്നേ? ദൈവത്തെ വെളിപ്പെടുത്താൻ ഈ ലോകത്തിൽ അവതരിച്ചവനാണ് യേശുക്രിസ്തു. നമ്മളൊക്കെ പെട്ടെന്ന് നമ്മൾ പറയുന്നത് പാപികളെ രക്ഷിക്കണം, അതൊക്കെ ശരിയാണ്, ഒന്നും തെറ്റല്ല. പക്ഷേ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആത്മാവായിരുന്ന ദൈവം. അപ്പൊ ചോദിക്കും, പഴയ നിയമത്തിലൊക്കെ ഈ ദൈവം വെളിപ്പെട്ടിട്ടില്ലേ? ഈ പഴയ നിയമത്തിലും വെളിപ്പെട്ട ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അത് വലിയൊരു സബ്ജക്റ്റാണ്. അത് പഠിക്കാൻ പോയാൽ നമ്മൾ ഒരു വർഷം പഠിച്ചാലും തീരത്തില്ല. പോട്ടെ. അപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെട്ടത് ടെമ്പററി അപ്പിയറൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ദൗത്യത്തിന് വേണ്ടി യേശുക്രിസ്തു പഴയ നിയമത്തിൽ അവതരിച്ചിട്ടുണ്ട്. അത് ടെമ്പററി തിയോഫനെ എന്ന് പറയും. അത് പഴയ നിയമത്തിൽ അങ്ങനെ അവതരിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നത് പെർഫെക്റ്റ് ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ടുള്ള അവതാരമായിരുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചപ്പോഴും ദൈവമാണ്, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോഴും ദൈവമാണ്. സമ്പൂർണ്ണ ദൈവം, സമ്പൂർണ്ണ മനുഷ്യൻ. അതിനെയാണ് ഇൻകാർണേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ആത്മാവിനെ എനിക്ക് കൊടുത്തല്ലോ പിതാവിനെ. അത് മനുഷ്യ ജഡമില്ല അടയ്ക്കുന്നത്. അത് നമ്മൾ മുമ്പ് സംസാരിച്ചത്. യേശു ക്രൂശിൽ മരിച്ചപ്പോ പിതാവിനോട് പറഞ്ഞ വാക്കെന്താണ്? എന്റെ ആത്മാവിനെ തൃക്കയ്യിൽ പരമേൽപ്പിക്കുന്നതാണ്. ആത്മാവിനെ ഏൽപ്പിച്ചു, പിന്നെ ജഡമേ ഉണ്ടാക്കി. അപ്പൊ സമ്പൂർണ്ണ മനുഷ്യൻ, സമ്പൂർണ്ണ ദൈവം. യേശുക്രിസ്തു അല്ലെ പുതിയ നിയമത്തിലെ ഇൻകാർണേഷൻ അതാണ്. യേശുക്രിസ്തു ലോകത്തിൽ വന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ്. ഉദാഹരണം, ഒരു ചെറിയ ഉദാഹരണം കൂടെ. യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് ആദ്യം ദൂതന്മാർ ചെയ്യുന്ന ആരോടാ പറഞ്ഞേ? ആട്ടിടയന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഒരു ശിശു ജനിച്ച. അപ്പം അവിടെ ഭയങ്കര പ്രകാശം ഉണ്ടായി അല്ലെ? അങ്ങനെയാണ് വായിക്കുന്നത്. ഭയങ്കര പ്രകാശം ഉണ്ടായപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് അവർക്ക് ഭയം ഉണ്ടായത്? എന്തുകൊണ്ടാണ് അവർക്ക് ഭയം ഉണ്ടായത്? എന്തുകൊണ്ടാണ് അവർക്ക് വലിയ ഭയം ഉണ്ടായത്? ദൂതന്മാർക്ക്, ആട്ടിടയന്മാർക്ക് ഭയം ഉണ്ടായത് കാരണം ഈ 10 കൽപ്പന കൊടുത്ത ആ ദൈവം മനുഷ്യരോട് പറഞ്ഞു, ഒറ്റ ഒരുത്തൻ ഈ മലയുടെ അടുക്കൽ വരരുത്. ഈ മലയിൽ ദൈവം വസിച്ച ഇവിടേക്ക് പറഞ്ഞു, എന്നാൽ അവൻ മരിച്ചു വീഴും. ആ മൃഗങ്ങളാകട്ടെ മനുഷ്യരാകട്ടെ ആരും ഇവിടെ ചെല്ലില്ല. മാത്രമല്ല, ഇനി ആ തേജസ് പിന്നെ വന്ന് നമ്മൾ കാണുന്നത് സമാപന കൂടാരത്തിലാണ്. അതിനുശേഷം ദേവാലയത്തിലാണ് ആ തേജസ് ഇറങ്ങി വന്നു. ആ തേജസ് അവിടെ വന്നു കഴിഞ്ഞപ്പം മഹാപുരോഹിതൻ മാത്രം വർഷത്തിൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുമായിരുന്നു? ഭയത്തോടെയാണ് അവിടേക്ക് ചെല്ലുന്നത്. അവൻ എന്തെങ്കിലും അകത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ വീണ് മരിക്കും കേട്ടോ. ദൈവത്തിന്റെ പ്രമാണങ്ങളും ചിന്തിച്ചു നോക്കി. ഇത്ര വിശുദ്ധനായ ദൈവം, ഭയങ്കരനായ ദൈവം. അപ്പോ ആ തേജസ് ഉള്ളിടത്തേക്ക് മനുഷ്യൻ ചെല്ലുന്ന ഭയത്തോടെയായിരുന്നു. ആ തേജസ് പിന്നെന്താ സംഭവിച്ചേ? ദേവാലയത്തിൽ നിന്ന് ആ തേജസ് എടുക്കപ്പെട്ടതായിട്ട് നാം എസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നു. ആ തേജസ് ഉണ്ടെന്ന് പോയി. പിന്നെ ആ തേജസ് കാണുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചപ്പോൾ ആ തേജസ് എവിടേക്ക് ഇറങ്ങി വന്നു? ആട്ടിടയന്മാരുടെ വീട്ടിലേക്ക്. വെളിയിൽ കിടക്കുന്ന വെളിമ്പറമ്പിൽ ഒന്നും വിദ്യാഭ്യാസമില്ലാത്ത സമൂഹം അഗ്ലി എന്ന് കരുതിയ, വിദ്യാഭ്യാസം ഒരു നിലയിൽ അംഗീകാരമില്ലാത്ത ഈ പുറംജാതികളുടെ അടിയിലേക്ക് ഈ തേജസ് ചെന്നപ്പോ ഞെട്ടി വിറയ്ക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? മരിച്ചു പോകുന്നുള്ള ഭയം. അപ്പോഴാണ് എന്താ പറഞ്ഞത്? സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പറയുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ പൗലോസ് പറയുന്ന വാക്കുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ ആ കർത്താവിന്റെ കൽപ്പനയാണ്. ഈ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ തുടർന്നുള്ള ക്ലാസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കർത്താവിന്റെ ആ മഹത്വം നമ്മളിലൂടെ ലോകത്തിൽ വെളിപ്പെടണം. ഇത് ഒരു ഞാനെനിക്ക് അറിഞ്ഞുകൂടാ ഇവര് എന്തിനാണ് ഈ സബ്ജക്റ്റ് ഇങ്ങനെ ഉയർത്തിയിരിക്കുന്നത്. നമ്മൾ വളരെ ആഴമായിട്ട് ഞാൻ ഭയത്തോടെയാണ്. നമുക്കൊരു വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട്, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. ഈ വാക്യം ഞാൻ ധ്യാനിച്ചപ്പം എനിക്ക് ഭയം തോന്നുകയായിരുന്നു. എബ്രായ ലേഖനം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി.
ന്യായപ്രമാണം ദൈവം കൊടുക്കുമ്പോൾ അവിടെ തീ ഉണ്ടായി, പുകയുണ്ടായി, വലിയ ശബ്ദം അവിടെ ഉണ്ടായി. എന്താ അതിനർത്ഥം? ദൈവത്തിൻ്റെ അധികാരത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും ദൈവത്തിൻ്റെ തീഷ്ണതയും കാണിക്കുന്നതാണ് അത്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയും, എബ്രായലേഖനക്കാരൻ പറയുകയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിന്റെ പ്രമാണം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഭയത്തോടെ വിറയലോടെ കൂടി വേണം നാം ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാൻ. അതുകൊണ്ട് ഈ 10 കൽപ്പനകൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ ആ കൽപ്പന നമ്മൾ പറഞ്ഞത് 10 കൽപ്പന രണ്ടായിട്ട് തിരിച്ചു. 4 ദൈവത്തോടുള്ള ബന്ധത്തിനും പിന്നെ 6 കൽപ്പന മനുഷ്യനോടുള്ള ബന്ധത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ട്, കൽപ്പന അനുസരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും നമ്മളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കൂട്ടു സഹോദരനോടുള്ള അല്ലെങ്കിൽ എൻ്റെ സഹജീവിയോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എങ്ങനെയുണ്ട്, അതിൽ കൂടെയാണ് നമ്മളത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവത്തിൻ്റെ